ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകുന്ന എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ SSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ 30-ാം തീയതി വൈകിട്ട് SSC പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള സമയം എന്ന് പറയുന്നത് 30/6/2025 മുതൽ 21/7/2025 വരെയുള്ള സമയത്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള ടൈമായിട്ട് SSC നൽകിയിരിക്കുന്നത്. അതായത് 2025 ആണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. ഇതിൽ അപേക്ഷിക്കുവാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ 3 വർഷ ഡിപ്ലോമയും അതിന് മുകളിലോട്ടുള്ള യോഗ്യതകളുമാണ്. അതായത് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MTech മുതലായ ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. അത് 21/7/2025 അർദ്ധരാത്രി വരെയാണ്. ഇനിയും ഇതിന് പേയ്മെന്റ് ആസ് യൂഷ്വൽ പേയ്മെന്റ് അടയ്ക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി അധികം നൽകുന്നുണ്ട്. അത് 22/7/2025 ആണ്. 100 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഇനിയും ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 1/8/2025 മുതൽ 2/8/2025 വരെയാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ യൂസ് ചെയ്യുന്നതിന് ചിലപ്പോൾ എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ ഒരു അവസരം കൊടുക്കാതെ ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. മാക്സിമം ശ്രദ്ധിച്ച് നോട്ടിഫിക്കേഷനുകൾ വൃത്തിയായിട്ട് വായിച്ച് വേണം നിങ്ങൾ അപേക്ഷിക്കുവാൻ. അതുകൊണ്ട് പിന്നീട് ഒരു കറക്ഷന് വേണ്ടി നിൽക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഇതൊരു എക്സാമിനേഷൻ SSC എക്സ്പെക്ട് ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി 2026 എന്നാണ് കരുതുന്നത്. ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജനുവരിക്ക് മുമ്പ് നടക്കില്ല, ജനുവരിക്ക് ശേഷവും ഫെബ്രുവരി അവസാനവുമായിട്ടായിരിക്കാം ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് എന്നാണ് SSC പറയുന്നത്. എന്തെങ്കിലും കാരണത്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നേരത്തെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുവാൻ ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി തന്നിട്ടുണ്ട്. 180-030-93063 എന്ന ഈ ഒരു നമ്പർ മുഖേന നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ ഒരു നോട്ടിഫിക്കേഷനുകളിൽ 7th പേ കമ്മീഷൻ പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി 35,400 മുതൽ 1,12,400 രൂപ വരെയാണ്. ഇത് അടിസ്ഥാന ശമ്പളം മാത്രമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഒപ്പം HRI കൂടി ചേർത്തായിരിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം തന്നെ ഇതിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. മാത്രമല്ല അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ ഈ ഒരു സാലറിയിൽ വലിയ മാറ്റം കൂടി ഉണ്ടാകുമെന്നത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇതിലെല്ലാം വിളിച്ചിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഓർഗനൈസേഷനുകളിലേക്കാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രായപരിധിക്കകത്തുള്ള ജനറൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് ബ്രഹ്മപുത്ര ബോർഡർ മിനിസ്ട്രി ഓഫ് ജലശക്തിക്ക് കീഴിൽ വരുന്ന ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും പ്രായപരിധി 30 തന്നെയാണ്. ഇനി അടുത്തത് സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 30 തന്നെയാണ്. എന്നാൽ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 32 വയസ്സ് വരെയുള്ള ഏജിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതായത് ഇവിടുത്തെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 32 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയും SC ST OBC വിഭാഗങ്ങൾക്കും എക്സ് സർവീസ്മാനും മതിയായ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മ വെക്കണം. അടുത്തതായിട്ട് സെൻട്രൽ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ്. ഇവിടെയും പ്രായപരിധി 30 ആണ്. അടുത്തത് DGQA നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ്. ഇവിടെയും അപേക്ഷിക്കുവാനുള്ള ജൂനിയർ എഞ്ചിനീയർ തസ്തികയുടെ പ്രായപരിധി 30 വയസ്സാണ്. അടുത്തത് ഫറാക്ക ബ്രാഞ്ച് പ്രോജക്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ജലശക്തിക്ക് കീഴിൽ തന്നെ ഇതിലും അപേക്ഷിക്കാനുള്ള പ്രായപരിധി 30 ആണ്. അടുത്തതായിട്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. ഈ ഒരു
പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിൻ്റെയും പ്രായപരിധി 30 തന്നെയാണ്. അടുത്തത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ഇവിടെയും അപേക്ഷിക്കുന്നതിൻ്റെ പ്രായപരിധി 30 ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ PWDയിലേക്ക് മാത്രമേ അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് 32 വയസ്സ് വരെ പ്രായപരിധി ഉള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കുന്നതിൻ്റെ മാക്സിമം പ്രായപരിധി എന്ന് പറഞ്ഞാൽ 30 ആണ് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ബാക്കി ആ ഒരു ധാരണയിൽ വേണം നിങ്ങൾ അപേക്ഷിക്കുവാൻ. അതായത് 30 വയസ്സിൽ താഴെയുള്ള ജനറൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. OBC ആണെങ്കിൽ 33, SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെയുമാണ് ഇതിന് അപേക്ഷിക്കുവാൻ നൽകുന്ന പ്രായപരിധി എന്ന് മനസ്സിലാക്കുക. എന്നാൽ സെൻട്രൽ PWDയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രായപരിധി 32 35 37 മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു ധാരണയിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും വേക്കൻസികളാണ്. എത്ര വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു മുഴുവൻ തസ്തികകളിലും കൂടി, അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളിലും കൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ മേഖലകളിലൂടെ പോസ്റ്റുകളുടെ എണ്ണം ആകെ മൊത്തത്തിൽ 1340 വേക്കൻസികളാണ് ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിൽ ഈ വർഷം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോസ്റ്റ് നിലവിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴുള്ള പോസ്റ്റാണ്. ഇവിടെ 1340ാമത്തെ റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത. അതായത് നിങ്ങളുടെ റാങ്ക് 1340-ലാണെങ്കിലും നിങ്ങൾക്ക് നിയമനം ലഭിക്കുമെന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് റിസർവേഷനും അങ്ങനെയുള്ള ക്രൈറ്റീരിയകളും ഒക്കെ പോകും എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ വേക്കൻസിയിൽ മാറ്റം ഉണ്ടായേക്കാം. അങ്ങോട്ട് കൂടാനോ കുറയില്ല, കൂടാനായിരിക്കും സാധ്യത. അപ്പോൾ അതിന് ആനുപാതികമായിട്ടായിരിക്കും ഇവിടെ വേക്കൻസികൾ വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യത കൂട്ടും എന്ന് തന്നെ പറയാം. ഇനിയുള്ള ഏജ് ലിമിറ്റിന്റെ കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ സെൻട്രൽ PWD ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പ്രായപരിധി 32, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും 30 പ്രായപരിധി എന്നുള്ളത് ഓർത്തു വെക്കുക. ഈ ഒരു പ്രായപരിധിയിൽ നിങ്ങൾക്ക് OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എന്നതും ഇവിടെ നിങ്ങൾ ഓർമ്മയിൽ കരുതേണ്ടുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു ധാരണയിൽ വേണം നിങ്ങൾ അപേക്ഷിക്കുവാൻ. ഇനിയും ഈ ഒരു അപേക്ഷയിൽ ഈ റിസർവേഷൻ കിട്ടുന്ന വിഭാഗത്തിന് അപേക്ഷയോടൊപ്പം തന്നെ OBC സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹസിൽദാറുടേതാണ്. എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാലാവധിക്ക് 1 വർഷത്തിനകത്ത് നിങ്ങൾ തഹസിൽദാരിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. SSCയുടെയോ മറ്റേതെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെയോ പർപ്പസിന് വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസാന ഡേറ്റ് തന്നെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെയും ഡേറ്റ്. അതായത് ഈ ഒരു അവസാന ഡേറ്റിന് മുമ്പ് വാങ്ങിയിരിക്കുന്ന ഏത് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് തീരുന്നതിനകത്ത് വാങ്ങുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് 1 വർഷം എന്ന് പറയുന്ന ഒരു വാലിഡിറ്റി, അതായത് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ അവസാന ഡേറ്റ് വരെയുള്ള പീരീഡ് ഓഫ് ടൈമിലെ 1 വർഷത്തെ വാലിഡിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണിത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. അല്ലാത്തവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. SSCയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓഫ്ലൈനായിട്ട് അയക്കാൻ പറ്റില്ല. മുഴുവൻ ആപ്ലിക്കേഷനും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കേരള PSCയിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നമ്മൾ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും ആ പ്രൊഫൈൽ പ്രകാരം നമുക്ക് നേരിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ആ പ്രൊഫൈലിൽ അപ്പിയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ കയറി നമുക്ക് സ്വമേധ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു സെൽഫി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈവ് ഫോട്ടോ കൂടി അതിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഏറെക്കുറെ എല്ലാം കഴിയും എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ശേഷം ഫീ പേയ്മെന്റിലേക്ക് പോയാൽ മതി. 100 രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ഫീസ്. ഇനി നമുക്ക് നോക്കേണ്ടത് സെന്റേഴ്സ് ആണ്. ഈ ഒരു എക്സാമിനേഷനായിട്ട് എവിടേക്കാണ് സെന്റേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂര്, കണ്ണൂര് ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിൽ സെന്റേഴ്സ് ആയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ കവരത്തി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കൂടി സെന്റേഴ്സ് അനുവദിച്ചിട്ടുണ്ട്. അത് ലക്ഷദ്വീപിന്റെ ഭാഗമാണ്. ഇനി കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മംഗലാപുരത്തും സെന്റർ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അതായത് നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ സെന്റേഴ്സ് ഉണ്ട് എന്നൊരു ധാരണ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ദൂരയാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും ഈ പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത് തന്നെ സെന്റേഴ്സ് ലഭിക്കുന്നതുമാണ്. എത്തരത്തിലായിരിക്കും എക്സാമിനേഷൻ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ എക്സാമിനേഷൻ. SSCയുടെ എക്സാമിനേഷൻ മുഴുവൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ആ സെന്റേഴ്സിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലി ആണ് ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. ഇവിടെ
പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സുമാണ്. ഇതിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് എത്തുമ്പോൾ അവിടെ 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണുള്ളത്. ഇവിടെ എല്ലാ തെറ്റുത്തരങ്ങൾക്കും 1/3 മാർക്ക് നിങ്ങൾക്ക് ഡെഡ്യൂസ് ആവുന്നതാണെന്ന് കൂടി ഓർമ്മയുണ്ടാകണം. ഇനിയും അതിനകത്ത് തന്നെ പാർട്ട് 3 പാർട്ട് എ എന്ന് പറഞ്ഞാൽ ജനറൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ സ്ട്രക്ചറൽ ഓർ പാർട്ട് ബിയിൽ വരുന്ന ജനറൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട് സിയിൽ വരുന്നത് ജനറൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ ആയിരിക്കും. ഇതിന് 100 ചോദ്യവും 100 മാർക്കുമാണ് ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. അടുത്തത് പാർട്ട് 2 ആണ്. പാർട്ട് 2 പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഇവിടെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ സ്ട്രക്ചർ അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ, നിങ്ങൾ ഏത് സ്ട്രീമാണോ ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 100 ചോദ്യവും 300 മാർക്കുമായിരിക്കും ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മാത്രമായിരിക്കും. അപ്പോൾ ഓർക്കുക, നമ്മുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒന്നുകൂടി പറയാം. പ്രധാനമായിട്ടും നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പേപ്പർ 1 ആണ്. പേപ്പർ 1 1ഉം 2 എന്ന് പറയുന്ന 2 മേഖലയുണ്ട്. അതിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഇതിന് 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണുള്ളത്. ഇനി അടുത്തതായിട്ട് പേപ്പർ 2 ആണ്. അതിൽ 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണ് വരുന്നത്. അവിടെ ജനറൽ അവയർനെസ് ആണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അടുത്തത് പേപ്പർ 1 തന്നെയുള്ള പാർട്ട് 3 ആണ്. പാർട്ട് 3 പാർട്ട് എയിൽ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളായിരിക്കും. അതായത് നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഒന്നുകിൽ ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ ആയിരിക്കും, അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ, ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അതായിരിക്കും വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 100 ചോദ്യവും 100 മാർക്കുമാണ് ഇവിടെ ക്യാരി ഓവർ ചെയ്യുന്നത്. ഇനി പാർട്ട് 2 അല്ലെങ്കിൽ പേപ്പർ 2 എത്തുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയായിരിക്കും. ഇവിടെ 100 ചോദ്യവും 300 മാർക്കുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പാർട്ട് എയിൽ ജനറൽ എഞ്ചിനീയറിംഗിന്റെ സിവിലോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗോ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയിൽ ജനറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആയിരിക്കും. ഇവയിൽ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ സ്ട്രീമും നിങ്ങളുടെ പ്രിഫറൻസും അനുസരിച്ചായിരിക്കും വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുമായിട്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. നോട്ടിഫിക്കേഷനുകളെല്ലാം ധാരാളമായി എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ്. കൃത്യമായ മാതൃകയിലും കൃത്യമായ പ്ലാനിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്നത് വളരെ അനായാസം കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങളോടൊപ്പം ഏണസ്റ്റ് അക്കാഡമി എന്നും ഉണ്ടായിരിക്കും. ഏണസ്റ്റ് അക്കാഡമിയുടെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ ചിട്ടയായ ക്ലാസ്സുകളിലെ ഏറ്റവും വലിയ വിജയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു സർക്കാർ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം തയ്യാറെടുക്കാവുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇപ്പോൾ RRBയുടെയും SSCയുടെയും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് കോംബോ ആയി കളക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, കോംബോ ആയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെണ്ണത്തിലൂടെ തന്നെ 2 ജോലിക്കും ഒരേപോലെ തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാമെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളാണ് വന്നു നിൽക്കുന്നത്, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യൂറായ ജോലി. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ധാരാളം ശമ്പളം ലഭിക്കുന്ന, എന്നാൽ ജീവിതകാലം മുഴുവൻ സെക്യൂർ ആയിട്ടുള്ള ഈ ഒരു ജോലിക്കുള്ള അവസരം കളഞ്ഞിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും പുറയിൽ പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം തയ്യാറെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്ന ലക്ഷ്യം സാധ്യമാക്കാം. ഈ കോഴ്സ് നിങ്ങൾ കോംബോ ആയിട്ട് സ്വന്തമാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആകർഷകമായ ഡിസ്കൗണ്ടിൽ ഈ കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് RRB SSC കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ദ്രുതഗതിയിലാക്കി നിങ്ങൾക്ക് ഒരു ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.